പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, മതത്തെ അത് കൈകാര്യം ചെയ്യുന്ന രീതി എപ്പോഴും നമുക്ക് വിമർശനത്തിന് കാരണമാകാറുണ്ട്. പക്ഷേ ഇത് വിശ്വാസപരമായിട്ട് തന്നെ ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ, ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും അതേ മതത്തിൻ്റെ ഓരോ വിഷയങ്ങളും ആ കറക്റ്റ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്ത്, നല്ലൊരു ദൃശ്യാവതരണം, അതേപോലെ തന്നെ അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് രുക്മാൻ്റെ ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരുന്ന പടമാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എഡ്ജ് ഓഫ് ദ സീറ്റിലിരുത്തി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയറക്ടർ നവാസുകാരുടെ പ്രിയ സുഹൃത്താണ്, ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗംഭീര പെർഫോമൻസ് വൈസും എല്ലാം അതേ പിടിച്ചിരുന്ന എല്ലാ ഘടകവും വേണമല്ലോ. സെക്കൻഡ് ഹാഫ് ഭയങ്കര നന്നായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണണം, ഇത് കണ്ട് നിങ്ങൾ തന്നെ പറയണം എങ്ങനെയുണ്ട്. വളരെ സന്തോഷമുണ്ട്, നല്ലൊരു പടം കാണാൻ പറ്റി. അവിടെ ചെയ്ത കൂട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ പ്രേക്ഷകരും പറഞ്ഞു നന്നായിട്ടുണ്ട്. അതിന് നമുക്ക് സന്തോഷം. ഇത് ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാ ആർട്ടിസ്റ്റും ഗ്രൂപ്പടക്കം എല്ലാവരും, ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചു. പിന്നെ സന്തോഷം, നമ്മുടെ സിനിമയാണല്ലോ, നമ്മൾ തന്നെ കുറേ പറയാതെ അശോകൻ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് നന്നായി വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഈ ബാക്കി എന്താ വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ, നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നത്. അവർ നിങ്ങളെ കണ്ടവരൊക്കെ അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. സിനിമ ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷേനേക്കാളും നല്ല രീതിയിൽ വന്നു. അപ്പോൾ അതാണ് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടിട്ട് പറയണം. കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് എത്തിയ ആൾക്കാർ കൂടുതലായിട്ട് വരണം എന്നാണ് എനിക്ക് ആകെയുള്ള റിക്വസ്റ്റ്. ബിക്കോസ് നല്ലൊരു മൂവിയാണ്. എനിക്ക് സ്ക്രീനിൽ കാണാൻ ഭയങ്കര സന്തോഷമായി എന്നെ തന്നെ. ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. സോ പ്ലീസ് എല്ലാവരും കാണണം. അതന്നെ. സന്തോഷം. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചത് അതുപോലെ ആ ഒരു ഇമോഷൻസ് കണക്ട് ആയിട്ടുള്ള വന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. ടർക്കിഷ് തർക്കം മീൻ അതിനുള്ള ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. ടർക്കിഷ് തർക്കം തിയേറ്ററിൽ തന്നെ കാണാനുള്ളത് ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് കണ്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും പറയാം. താങ്ക് യു. സിനിമയിലെ ഏറ്റവും ഒരു ക്യാരക്ടർ ചേട്ടൻ്റെ ആയിരുന്നു. നിങ്ങൾ കണ്ടിരുന്ന പടം കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായ? എല്ലാവരും കാണട്ടെ, കാണുന്നു തോന്നുന്നു. പടം വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെയാണ്, ഞാനും ഹാപ്പിയാണ്. നമ്മുടെ കാലത്തിന് ശേഷം നല്ല റോൾ കിട്ടിയത്. എല്ലാവരോടും കാണാൻ പറയാം, എല്ലാവരും കാണണം. നല്ല പടമാണ്, വ്യത്യസ്തമായിട്ടുള്ള അറ്റംപ്റ്റാണ്. അടിപൊളി പടമാണ്, കണ്ടിരിക്കാം. നല്ല സിനിമയാണ്. കുറേ പേരെ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ഞാനിത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഭയങ്കര പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. തിയേറ്ററിൽ തന്നെ എല്ലാവരും